SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലാണ് BJP നേതാവായ വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തിയത്. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ചയെ എങ്ങനെ വിലയിരുത്താം? എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്? സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ച എന്നതാണ് വി മുരളീധരനും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു പ്രധാന കാര്യം BJPയുമായി ഒരു തരത്തിലുള്ള ഒരു പിണക്കവുമില്ല, ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് വിഷയാധിഷ്ഠിതം മാത്രമാണ് എന്നതാണ് വ്യക്തമാക്കിയത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിനെ രൂക്ഷമായി വെള്ളാപ്പള്ളി വിമർശിക്കുകയാണ് ചെയ്തത്. അയ്യപ്പ സംഗമത്തിലടക്കം ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഇതെല്ലാം അയ്യപ്പ സംഗമം എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൽ അഭിപ്രായം പറയുന്നതിൽ എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ VD സതീശനെയും വിമർശിച്ചു. കൃത്യമായി ഒരു നിലപാടില്ലാത്ത വ്യക്തി, അതിലുപരി വിവേകം വൈകി മാത്രമാണ് VD സതീശന് ഉണ്ടാകുന്നത് എന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണം. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് BJPയുമായി ഉള്ള ആ ഒരു ബന്ധം, അത് ഒരു തരത്തിലുള്ള പിണക്കവും ഇല്ലെന്നും ആവർത്തിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ ഒരു പുതുമയില്ലെന്നാണ് വി മുരളീധരനും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് ഏത് വിഷയത്തിലും അതിൻ്റെതായ നിലപാട് സ്വീകരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ എയിംസ് ആശുപത്രിയുടെ ഒരു വിവാദത്തിന്റെയും ആവശ്യമില്ല, അത് കേരളത്തിന് കിട്ടേണ്ട സമയത്ത് കേന്ദ്രം നൽകുക തന്നെ ചെയ്യും. ഓരോ ജില്ലയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളും അനാവശ്യം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിലപാട്. ഇത്തരത്തിൽ ഓരോ ജില്ലയിൽ നിന്നും ആവശ്യമുയരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയത്ത് തന്നെ കേരളത്തിന് എയിംസ് ലഭിക്കും എന്നതും അദ്ദേഹം വ്യക്തമാക്കി. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.